കൊച്ചി ജവഹർലാൽ നെഹ്റു രാജ്യാന്തര സ്റ്റേഡിയത്തിലെ പിച്ച് പുതുക്കി പണിയുന്നു. IPL മത്സരങ്ങൾക്കിടെ പിച്ചിന്റെ ഗുണനിലവാരം ചോദ്യം ചെയ്യപ്പെട്ട സാഹചര്യത്തിലാണ് പുനർനിർമ്മാണം. PT ഉഷയുടെ നാടായ പയ്യോളിയിൽ നിന്നാണ് പിച്ചിനായുള്ള കളിമണ്ണ് എത്തിച്ചത്. ഡൽഹി ഡെയർ ഡെവിൾസുമായുള്ള കൊച്ചി കൊമ്പന്മാരുടെ മത്സരം. പിച്ചിൽ തട്ടി അലക്ഷ്യമായി പൊങ്ങിയ ബോളുകൾ ബാറ്റ്സ്മാൻമാരെ മാത്രമല്ല ബോളർമാരെയും വലച്ചു. പിച്ചിനെക്കുറിച്ച് പരാതി ഉയർന്നു. നിലവിലെ പിച്ചിലെ മണ്ണ് പൂർണ്ണമായും നീക്കി പുതുക്കിപ്പണിതാലേ തകരാറുകൾ പരിഹരിക്കാനാകൂ എന്ന് കണ്ടെത്തി. സ്റ്റേഡിയം നിർമ്മിച്ചപ്പോൾ മുതലുള്ള വിക്കറ്റ് നീക്കി പുതിയത് പണിയാൻ കാരണം ഇതാണ്. കേരള ക്രിക്കറ്റ് അസോസിയേഷനാണ് പിച്ച് പുതുക്കിപ്പണിയുന്നത്. ചെലവ് 20 ലക്ഷം രൂപ. നിലവിലെ 5 വിക്കറ്റുകൾക്ക് പകരം 7 എണ്ണമാണ് പുതിയതായി നിർമ്മിക്കുന്നത്. നിരവധി സ്ഥലങ്ങളിലെ മണ്ണ് പരിശോധിച്ച ശേഷമാണ് പിച്ചിന് അനുയോജ്യമായ കളിമണ്ണ് PT ഉഷയുടെ നാട്ടിൽ നിന്ന് കണ്ടെത്തിയത്. പയ്യോളിയിൽ നിന്ന് 16 ലോഡ് കളിമണ്ണ് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ എത്തിച്ചു കഴിഞ്ഞു. വർഷങ്ങളുടെ അനുഭവ സമ്പത്തുള്ള ക്യൂറേറ്റർ PV രാമചന്ദ്രന്റെ നേതൃത്വത്തിലാണ് പിച്ച് നിർമ്മാണം. സ്റ്റേഡിയത്തിലെ നിലവിലെ പിച്ച് നിർമ്മിച്ചതും രാമചന്ദ്രനായിരുന്നു. ചെറിയൊരു അപാകത കണ്ടത് ഇതിന്റെ ബോട്ടം ലെയർ ഈവൺ അല്ല എന്നൊരു പ്രശ്നമാണ് കാണിച്ചത്. അതുകൊണ്ട് തന്നെ മോയിസ്ചർ ഡ്രൈ ഔട്ട് ചെയ്യുന്നതിൽ വ്യത്യാസമുണ്ട്. ചില ഏരിയ കൂടുതൽ മോയിസ്ചർ റിട്ടേൺ ചെയ്യുമ്പോൾ ചില ഏരിയ പെട്ടെന്ന് ഡ്രൈ ആവുന്നു. നിലവിലെ പിച്ചിലെ മണ്ണ് 8 ഇഞ്ച് കനത്തിൽ നീക്കം ചെയ്യുകയാണ് ആദ്യപടി. പിന്നീട് 4 ഇഞ്ച് കനത്തിൽ കളിമണ്ണും മണലും ചേർത്ത മിശ്രിതം ഉറപ്പിക്കും. ഇതിനുശേഷം മുകളിൽ കളിമണ്ണിട്ട് മൈതാനത്തിന്റെ നിരപ്പിനൊപ്പം എത്തിക്കും. അടുത്ത IPL മത്സരത്തിനു മുമ്പ് സ്റ്റേഡിയത്തിൽ തീപിടുത്തത്തെ നേരിടാനുള്ള സംവിധാനങ്ങൾ ഉൾപ്പെടെ നിരവധി മാറ്റങ്ങളാണ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ലക്ഷ്യമിടുന്നത്. ജയപ്രകാശ്, മനോരമ ന്യൂസ്.